പുതിയൊരു ചർച്ചയായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് JSK എമ്പുരാൻ പോലത്തെ സിനിമകൾ മനഃപൂർവ്വം വിവാദം സൃഷ്ടിച്ച് ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നോക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ചർച്ചയ്ക്ക് എന്റെ കൂടെ ഒപ്പം ഉള്ളത് നമ്മളെല്ലാവരും പ്രിയപ്പെട്ട സന്തോഷ് വർക്കി അഥവാ ആറാട്ടൻ, പിന്നെ നമ്മുടെ സൂര്യചേട്ടനുണ്ട്. അപ്പൊ അണ്ണ എന്താണ് തോന്നുന്നത്, ശരിക്കും മനഃപൂർവ്വം പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടി ഇപ്പൊ മലയാള സിനിമകൾ ഇറക്കി ജനങ്ങളെ പറ്റിച്ച് തിയേറ്ററിലേക്ക് എത്തിക്കാൻ തോന്നിയിട്ടുണ്ടോ? ശരിയാണ്. ഒരുപാട് അത് ഹിന്ദിയിലോ ബോളിവുഡിലോ ഇറങ്ങിയാണ്. ഈ പഴയ ഇറങ്ങിയത് അമീർ ഖാനാണ്. ഇപ്പൊ അത് മലയാളത്തിലും ചെയ്യാം. അമീർ ഖാൻ പല മൂവിയിൽ PK, പിന്നെ ഏതാണ് അമീർ ഖാൻ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ആ പരിപാടി. ബോളിവുഡിൽ തന്നെ ഏറ്റവും കൂടുതൽ, കാരണം ഭയങ്കര വലിയ ബഡ്ജറ്റ് പടങ്ങൾ ഓടണമെങ്കിൽ അവർക്ക് ഒരു മിനിമം 1300 കളക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസർ ചെലവാക്കി ആസ് കിട്ടില്ല. അതിനുവേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ഹൈപ്പും മറ്റെല്ലാം. ഇപ്പൊ ODN ഭയങ്കര ഹൈപ്പാണ് കൊടുത്തത്. അതല്ല ഇനീഷ്യൽ കളക്ഷനും, കാരണം അവർ അത്രയ്ക്ക് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് 300 കളക്ഷൻ കിട്ടിയാൽ അവർക്ക് ചെലവാക്കിയെങ്കിലും കിട്ടുള്ളൂ. കിങ് ഓഫ് കോത്തല്ല ഹൈപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ്. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് ഇപ്പൊ JSK കോൺട്രവേഴ്സി നാച്ചുറൽ ആയിട്ട് ഉണ്ടായെന്ന് തോന്നുന്നു. അത് അവർ തന്നെ ഉണ്ടാക്കിയാണോ അറിയില്ല. പണ്ട് പത്മാവതി വന്ന് ഇറങ്ങിയപ്പോ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഇന്ത്യയിലാണ്, ബോളിവുഡിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടത്. അമീർ ഖാൻ മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമാണ്. അല്ല, ഇപ്പൊ JSK ഇപ്പൊ ഏറ്റവും 90% ആളുകൾ പറയുന്നത് മനഃപൂർവ്വം വിവാദം സൃഷ്ടിച്ച് ആളുകളെ സെൻസർ ബോർഡിന്റെ ദിവസം ഉണ്ടാക്കിയത്. അല്ല, സെൻസർ ബോർഡ് ഇതിനു മുമ്പ് സെൻസർ ചെയ്ത് കൊടുത്തായിരുന്നല്ലോ പടം. അപ്പൊ അവർ കണ്ടില്ലേ പടം? ട്രെയിലറും ടീസറൊക്കെ ഇറങ്ങിയപ്പോ കുഴപ്പമൊന്നും ഇപ്പൊ ഡേറ്റ്, അതായത് 27-ാം തീയതി പടം കണ്ടത്. 20-ാം തീയതി അല്ലേ, 27-ാം പടം കണ്ടായിരുന്നു. അതിന് ഒരാഴ്ച മുമ്പാണ് ഈ പറയുന്ന വിവാദം സൃഷ്ടിച്ചിട്ട് പടം ശരിക്കും ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച ആ ഡേറ്റിൽ തന്നെ ഇറങ്ങും എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ആ ഡേറ്റിൽ തന്നെ ഇറങ്ങും എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷെ ഇപ്പോൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമരത്തിലേക്ക് പോകുന്നു. ഇതുവരെ ഉണ്ടാവാത്ത രീതിയിൽ ഒരു രീതിയിലേക്ക് പോകുന്നു. സംഘടനകളെല്ലാവരും ഒരുമിച്ച് സെൻസർ ബോർഡിനെതിരെ സമരം ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. കാരണം ഇതില് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയോ ജാതിയോ മതമൊന്നുമില്ല, എല്ലാ സംഘടനയും ഒരുമിച്ച് നിന്നിട്ടാണ് സെൻസർ ബോർഡിനെതിരെ സമരത്തിന് വന്നിരിക്കുന്നത്. അമ്മയിലേക്ക് വന്നിട്ട് അധികം ആളായിട്ടില്ല, രണ്ടാമത് തിരിച്ചു വന്നിട്ട് അധികം നാളായിട്ടില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നക്കാരൻ സെൻസർ ബോർഡ് അല്ലേ, ഇവരെ ഇങ്ങനെ കുറ്റം പറയുന്നത്. സെൻസർ ബോർഡ് ഒരു യുക്തിയില്ലാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടല്ലേ പ്രശ്നമായത്. സെൻസർ ബോർഡിലെ ചില മെമ്പർമാര് ഒരു ലോജിക് ഇല്ലാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടല്ലേ പ്രശ്നമായത്. അല്ല, പക്ഷെ ഈ ജാനകി എന്നുള്ള പേരിന്റെ ഇതാണ് പറയുന്നത്. സീതയുടെ പേരാണ് ജാനകി എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. സെൻസർ ബോർഡിന്റെ അബദ്ധമാണ്, സെൻസർ ബോർഡ് ഉണ്ടാക്കിയതാണ്. പക്ഷെ പല PROമാരും അല്ലെങ്കിൽ പല ഡയറക്ടേഴ്സും പറയുന്നത് ഇതിനു മുമ്പ് പല സിനിമകളിലും ജാനകി എന്നുള്ള പേര് യൂസ് ചെയ്തിട്ടുണ്ട്. ജാനകി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പല പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു സിനിമയിൽ ജാനകി എന്ന് പറഞ്ഞ പേര് മാറ്റി ജനനിന്നോ എന്തോ ജയന്തി കണ്ടപ്പോ പറഞ്ഞത്, ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് റീസെന്റ് ഫേസ്ബുക്കിൽ പുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സിബി മലയാളിനെതിരെ എന്നെ കൊല്ലു എന്നുള്ള രീതിയിൽ പുള്ളി ഒരു ഫേസ്ബുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ സെൻസർ ബോർഡിന്റെ ഈ ഇഷ്യൂ, സെൻസർ ബോർഡിന് അന്ന് ഞാൻ പുള്ളിയോട് സംസാരിക്കാൻ പറ്റിയപ്പോൾ പുള്ളി പറഞ്ഞ സെൻസർ ബോർഡ് ഭയങ്കര രീതിയിൽ ഇതേപോലെ നമ്മളെ പോലെ സാധാരണക്കാർ പടങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ ഇപ്പൊ പുള്ളി പേര് മാറ്റിയെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. പേര് മാറ്റി ജയന്തി എന്ന കഥാപാത്രത്തിന്റെ പേരെന്തോ മാറ്റി. മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കുറെ ഡയലോഗ്സ് 98 ടൈംസ് എന്തോ ആ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, ആ ലിപ്പ് അനുസരിച്ചിട്ട് അപ്പൊ ജാനകി എന്നുള്ളടത്ത് ഇതിപ്പോ മറ്റേ കടുവയുടെ സമയത്ത് ഓർമ്മയുണ്ടോ? കടുവയും ഇതേപോലെ തന്നെ പേര് മാറ്റി ആ കഥാപാത്രത്തിന്റെ പേര്. ഇതില് പ്രാക്ടിക്കൽ അല്ല, അല്ല ഒരു ഒന്നുണ്ട്, ഇത് ത്രൂ ഔട്ട് ഉണ്ടത് ഈ സിനിമയില്ല. ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ 2 തവണയും ഹർജിക്ക് കൊടുത്തപ്പോഴും തള്ളി. അതൊരു സെൻസർ ബോർഡിന്റെ വകയായിട്ട് ഒരു ലോജിക് ഇല്ലാത്ത വളരെ ബാലിശമായ തീരുമാനമാണ്. ഒരു ലോജിക്കും ഇല്ല. അപ്പൊ എന്താ ഇതിനൊരു കോമഡി? അങ്ങോട്ട് ഇതുപോലെ ഞാൻ ചോദിക്കുന്നത്, മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ട് മലയാള സിനിമയില് ഇപ്പൊ നേരത്തെ പറഞ്ഞു ബോളിവുഡിൽ നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പൊ എമ്പുരാന് ഇതേപോലെ ഇറങ്ങിയതിനു ശേഷം പൃഥ്വിരാജിനെ പിന്നെ 7 അയൽവക്കത്ത് കണ്ടിട്ടില്ല. എമ്പുരാൻ റിലീസിന് ശേഷമാണ് പ്രശ്നം ആദ്യത്തെ ദിവസത്തെ ഷോ കഴിഞ്ഞ് വൈകുന്നേരം പറഞ്ഞത്, അതായത് BJPയുടെ ഇതിനെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞത്. അവർ ഒരാൾ പോലും ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, അതല്ല, ഒരു ഡൽഹിയിലോ സ്ക്രീനിങ്ങൾ ഉണ്ടായിരുന്നു. മറ്റേ മോഡിയുടെ ആളുകൾ കണ്ടിട്ട് പറഞ്ഞു ഇത് കളയണമെന്ന് പറഞ്ഞു. പക്ഷെ സുരേഷ് ഗോപി വന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി മാത്രമല്ല, ഒരു എല്ലാം പറഞ്ഞത് ആരും നിർബന്ധം പിടിച്ചിട്ടില്ല. പക്ഷെ ഇവര് തന്നെ ഒരു തീരുമാനം എടുത്ത്, അതായത് അത് മോഹൻലാൽ ഉൾപ്പെടെ ഒരു പോസ്റ്റ് ഇട്ടത്. മോഹൻലാലിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഗേൾസ് ആണ് പോലും കളയാൻ ആ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി കേരളം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേജർ രവി ഇതിന്റെ മെയിൻ ആള് മുരളി ഗോപിയാണ്, ഈ സ്ക്രിപ്റ്റ്.
പുള്ളി ആ പോസ്റ്റ് മോഹൻലാലിന്റെ പൊളിറ്റിക്സിന്റെ CPI കമ്മ്യൂണിസ്റ്റ് ആണ്. പുള്ളി മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടില്ല. ഷെയർ ചെയ്തിട്ടില്ല. ഷെയർ ചെയ്തിട്ടില്ല. ആ ഒരു സമയത്ത് മുരളി ഗോപിനെ പൊക്കി അല്ലെങ്കിൽ ഒരുപാട് റീൽസും കാര്യങ്ങളും വന്നു, നട്ടലുള്ള ആള് എന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ ആ കോൺട്രവേഴ്സി ഇന്ത്യ സിനിമ റിലീസ് ചെയ്ത ശേഷം, മുമ്പല്ല. ആയിക്കോട്ടെ, പക്ഷെ അത് മുമ്പ് ഇവര് കുറെ തള്ളിറങ്ങി. പൃഥ്വിരാജ് കുറെ തള്ളിറങ്ങി, പടം അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ മാർക്കറ്റിംഗ് ചെയ്തു. പക്ഷെ കോൺട്രവേഴ്സി ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോൺട്രവേഴ്സി ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഇത്ര വിജയമാവുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? കോൺട്രവേഴ്സി ആയിട്ട് അവർ ഒരുപാട് മാർക്കറ്റിംഗ് നടത്തി, ഒരുപാട് സ്ഥലത്ത് പോയി. ഈ കോൺട്രവേഴ്സി പിന്നെ ഉണ്ടായിരുന്നു. ആ മാർക്കറ്റിംഗ് വർക്ക്ഔട്ട് ആവാത്തത് കൊണ്ടാണ് ഈ കോൺട്രവേഴ്സി കൊണ്ടുവന്ന് തോന്നുന്നത്. കോൺട്രവേഴ്സി പ്ലാൻഡ് ആവാൻ കഴിയില്ല. കാരണം അതിനെ പറ്റിയിട്ട് പിന്നീട് സംസാരിച്ചിട്ടില്ല. ഡയറക്ടർ സംസാരിച്ചിട്ടില്ല, സ്ക്രിപ്റ്റ് റൈറ്റർ സംസാരിച്ചിട്ടില്ല. മോഹൻലാൽ മാത്രമാണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്, ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം ഇട്ടിട്ടുള്ളത്. ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ പറയുന്ന ഇതിന്റെ മെയിൻ നെടുന്തൂണുകൾ എന്ന് പറയുന്ന ഒരാൾ പോലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല ഇത്രയും കാലമായിട്ട്, ഇന്ന് വരെ. അപ്പൊ എന്താ തോന്നുന്നത്? ഒരു എക്സ്പ്ലനേഷൻ ആരും കൊടുത്തിട്ടില്ല അതിന് വേണ്ടി. എക്സ്പ്ലനേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ മോഹൻലാൽ സിനിമ കണ്ടോ ഇല്ലയോ അതിനെ കുറിച്ചും മോഹൻലാൽ ഒരു ഇന്റർവ്യൂല് പറയുന്നത് കണ്ടെന്ന് പറയുന്നു, പിന്നെ കണ്ടില്ലെന്ന് പറയുന്നു. മോഹൻലാൽ ഒരു ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മാർക്കറ്റിംഗ് പോയത് കണ്ടെന്ന് പറഞ്ഞു. പിന്നെ മേജർ ഒക്കെ പറഞ്ഞു കണ്ടിട്ടില്ല, ഇല്ലേതോ അത്യാവശ്യം അറിയില്ല. പക്ഷെ ആദ്യം പുള്ളിയല്ലേ മെയിൻ സ്റ്റാർ, അപ്പൊ പുള്ളിയായിട്ട് കഥ ഡിസ്കസ് ചെയ്യില്ലേ? അതാണല്ലോ മേജർ രവി പറഞ്ഞത്. കഥ ഡിസ്കസ് ചെയ്താലും നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് കഥകൾ മാറും, മോഹൻലാൽ ഡബ് ചെയ്യാൻ വരുമ്പോൾ മോഹൻലാലിന്റെ സീനുകൾ മാത്രമേ കാണുള്ളൂ എന്നാണ് മേജർ രവി പറയുന്നത്. പുള്ളിയുടെ ഭാഗം ചെയ്തിട്ട് പോവുക, അങ്ങനെയാണ്, വേറെ ഇൻവോൾവ് ചെയ്യില്ല. സത്യാവസ്ഥ ആർക്കും ഇപ്പൊ നടി ആക്രമിച്ച കേസിൽ ദിലീപ് തെറ്റേറ്റോ ഇല്ലയോ നമുക്കറിയില്ല. ദിലീപ് അറിയില്ല, അതേപോലത്തെ ഒരു സംഭവമാണ് ഇത്, ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ എന്നിട്ട് JSKയുടെ സിനിമയെ കുറിച്ച് എന്താ തോന്നുന്നത്? ഇപ്പൊ ട്രെയിലറൊക്കെ ഇറങ്ങി, ഇപ്പൊ എന്തായാലും ഒരു ഗുണമുണ്ട്. JSK ഇറങ്ങുന്ന മുമ്പ് അമീർ ഖാൻ ടർക്കിഷ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത വീഡിയോ, അതെല്ലാം ഈ ഒരു കളിയാണ്. ഇത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് കളി കളിച്ചിരുന്ന അമീർ ഖാനാണ്. പണ്ട് PK ഇറങ്ങുന്ന മുമ്പ് ആ ഫോട്ടോ അതുണ്ടാക്കി. ഇതിലൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്, നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ വേറെ നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ് ഹൈപ്പ് കൊടുക്കുന്നത്. ഇപ്പൊ മോഹൻലാലിന്റെ ഒരു സാഹചര്യം ലെസ്റ്റാക്കി, ODN, കുഞ്ഞാലി മാർക്കറ്റ്, ഇതൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുക്കുക. അത് ഈ 3 ദിവസത്തെ ഫസ്റ്റ് കളക്ഷൻ. പക്ഷെ അത് ഒരു കണക്ക് നോക്കി ജനങ്ങളെ പറ്റിക്കുകയാണ്. രണ്ടാമത് നോക്കുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത കാശിൽ നോക്കി കിട്ടണം. അത് ഫൂൾ ചെയ്യുന്നുണ്ട് പൊതുജനം. കഴിഞ്ഞ പറഞ്ഞ പോലെ ആളുകളെ ഫൂൾ ചെയ്യാണ്. എംബ്രാൻ ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞു അതങ്ങനെയാണ്. പക്ഷെ ഈ ഫാൻസ് വന്ന ആൾക്കാരാ, അവരെ പറ്റിക്കലേക്ക് വന്ന. അപ്പൊ എംബ്രാൻ ഭയങ്കര എംബ്രാൻ അവരാണ് ഫസ്റ്റ് 3 ദിവസം കളക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ എംബ്രാൻ മൂവി ഇറങ്ങുന്ന മുമ്പ് ഞാൻ പറഞ്ഞു പടം ഈ ജനങ്ങളെ പറ്റിക്കലാണ്, ഇല്ലാത്ത കാര്യം പറഞ്ഞു. ഇപ്പൊ ODN ആണ് ചെയ്ത. ODN പടം നല്ലതായിരുന്നു, പക്ഷെ അവര് ജോൺ മാസ്റ്റർ പറഞ്ഞു ക്ലാസ് ആയിരുന്നു. ഫസ്റ്റ് ദിവസം റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കിയത്. അത് ഡയറക്ടർ തള്ളിറക്കിയതാ, ഇവിടെ പൃഥ്വിരാജ് തള്ളിറക്കിയതാ. അപ്പൊ ഇതുകൊണ്ട് അവർക്കൊരു രണ്ടിൽ ന്യായമുണ്ട്, ജനങ്ങളെ പഠിക്കണമുണ്ട്. അതിന്റെ ഒരു വേറെ കാര്യം നോക്കുമ്പോ ഇവരത്തെ രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ ചെലവാക്കിയിൽ നമുക്ക് കിട്ടണം. നല്ല സിനിമയാണെങ്കിൽ ആവശ്യം തൂട്ടറമാണ് സിനിമയ്ക്ക് ഒരു പ്രൊമോഷനും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ പറ്റിക്കാനാണ് ഒരു കണക്കിന്. പക്ഷെ ബിഗ് ബഡ്ജറ്റ് പടം ആകുമ്പോൾ, തുറവള്ളി ലോ ബഡ്ജറ്റ് ആണ്, ബിഗ് ബഡ്ജറ്റ് പടം ആകുമ്പോൾ അവർ മുതലാക്കിയ കാശിൽ അവർക്ക് കിട്ടണം. മോഹൻലാലിന്റെ പല പടവും പല ഹൈപ്പ് കൊടുത്ത് മിക്ക പടം നന്നായിട്ട് വന്നിട്ടില്ല, ഫ്ലോപ്പ് ആവുകയും ചെയ്ത. ഇനിയിപ്പോ പ്രതീക്ഷിച്ചിരിക്കുന്ന പടം ഏതാ? ഇനിയാ നീ പ്രതീക്ഷ വെച്ചിരിക്കുന്ന സിനിമ? ഇനിയിപ്പോ മോഹൻലാലിന്റെ ഇറങ്ങാനുള്ള സത്യനന്ദിക്കാട് പടമല്ലേ? എന്തിനാ അങ്ങനത്തെ പടം? സത്യനന്ദിക്കാട് എപ്പോഴും ഒരേ ട്രാക്കിൽ പോകുന്ന ആളാണ്, പരീക്ഷണമില്ല. പക്ഷെ അതിൽ 80% വിജയങ്ങൾ തന്നെയല്ലേ? വിജയം മാത്രം നോക്കി കാര്യമല്ലോ, വിജയത്തിൽ മാത്രമല്ല കാര്യം. ഒരു പടം നന്നായി ഓടിയോണ്ട് മാത്രം പടം നന്നാവണമില്ല. അപ്പൊ പടം ഇപ്പൊ മമ്മൂട്ടി കഴിഞ്ഞ ഈ ഡൊമിനിക്കും ബഷൂർക്ക് ഇറങ്ങുമ്പോൾ എത്രയോ നല്ല ഫിലിംസ് ചെയ്തു. പക്ഷെ പുള്ളിയുടെ അക്കൗണ്ടിൽ 100 കോടി ഒരു പടം കയറിയിട്ടില്ല. എത്രയോ നല്ല വേൾഡ് ക്ലാസ് മൂവി പുള്ളി ചെയ്തു. അങ്ങനത്തെ മൂവീസ് മോഹൻലാൽ ചെയ്യാം. ഇപ്പൊ പേരുണ്ട്, കാശുണ്ട്, അങ്ങനത്തെ നല്ല മൂവീസ്. ഹൃദയപരം മൂവിയില്ല, എന്ത് ഒരു പരീക്ഷണവും ഇല്ല, ഒന്നുമില്ല. അതിപ്പോ സിനിമ ഇറങ്ങിയാലല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇതുവരെയുള്ള എല്ലാ പടവും ഒരേ ട്രാക്കിൽ പോകുന്ന, സലീം കുമാർ പറഞ്ഞ പോലെ ഒരേ ബസ് റൂട്ടിൽ പോണ വണ്ടിയിൽ വേറൊന്നുമില്ല. പൊതുവെ മമ്മൂട്ടി പരീക്ഷണം ചെയ്യുന്നില്ല, പരീക്ഷണം ചെയ്യണം. പക്ഷേ ഈ സത്യനന്ദിക്കാടിന്റെ മോഹൻലാൽ പടം എന്ന് പറയുമ്പോൾ അതിനൊരു മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ട്. ആ പടം കൊമേഴ്സ്യലി വിജയിക്കും, കൊമേഴ്സ്യലി ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു പോകും.
അല്ല, അത് ജനങ്ങൾക്ക് ഇപ്പൊ അമീർ ഖാന്റെ പോയി നോക്കാം, അയാൾ കൊമേഴ്സ്യലി വിജയമായിരിക്കും, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, പ്രൊഡ്യൂസറിനും കാശ് കിട്ടും, അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയില്ല. സത്യനാഥ് ഫഹദിനെ വെച്ചിട്ട് ഇന്ത്യൻ പ്രണയകഥയും മറ്റേ ഡയറക്ടർ അല്ലെങ്കിൽ ലിജോസ് വെളിച്ചേരി ബോക്സ് ഓഫീസ് വിജയം നോക്കുന്നില്ല. പുള്ളി ഇതാണ് ഉണ്ടാക്കണം, പരീക്ഷ ചിത്രങ്ങളാണ്. KG ജോർജ് ആള് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്ത ആളാണ്. അങ്ങനെ അടൂ ഗോപാസ് പറഞ്ഞ ആളെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല, ഒരേ ടൈം മൂവീസ് ഇറക്കണം. അയാൾ അവാർഡ് കിട്ടാൻ വേണ്ടി, ഇവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പരീക്ഷണം ചെയ്യണം. അതാ പറഞ്ഞ അമീർ ഖാൻ സിനിമകൾ ചെയ്യണം, പ്രൊഡ്യൂസറിനെ കാശ് കിട്ടും, സിനിമ എന്റർടൈനിങ് ആയിരിക്കും, മെസ്സേജ് ഉണ്ടോ, എല്ലാം ഉണ്ട്. സിതാരെ സമീപപ്പെടുത്തി കഴിഞ്ഞാൽ മിക്ക പടങ്ങളും പ്രൊഡ്യൂസറിനെ കാശും കിട്ടും, നല്ല എന്റർടൈനിങ് ആയിരിക്കും, മെസ്സേജും ഉണ്ടാവും. അങ്ങനെ പിടിക്കണ്ട. പടം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിലെ കമേഴ്ഷ്യലാണോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യില്ല, കാരണം പ്രൊഡ്യൂസ് ചെയ്യാനൊരു സാഹചര്യം വന്നു, കുറെ പൈസ കയ്യിൽ വന്നു, പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് ചെയ്യും, എങ്ങനത്തെ ഒരു പടം ചെയ്യും? ഞാൻ ഒരു സോഷ്യൽ കമ്മിറ്റി മൂവി ചെയ്യും. നമുക്ക് കാശ് പോയാലും കുഴപ്പമില്ല. ഞാൻ ലോ ബഡ്ജറ്റ് ചെയ്യില്ല, ബിഗ് ബഡ്ജറ്റ് ചെയ്യില്ല. അപ്പൊ ലോ ബഡ്ജറ്റ് ആയാലും ആ കാശ് പോയാലും കുഴപ്പമില്ല. ഇല്ല, അത് ശരിയാണ്. പക്ഷെ ഞാൻ പ്രൊഡക്ഷൻ അത്ര ലാഭകരമായ കാര്യമല്ല, കാരണം വളരെ കുറച്ച് പ്രൊഡ്യൂസറിന് കിട്ടുള്ളൂ. ഈ എത്ര ഓടിയാലും അത് ഒരു സ്ഥലമാണ്, കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊണ്ടുപോകും, തിയേറ്റർ ഓണേഴ്സ് കൊണ്ടുപോകും, അവസാനം കുറച്ചേ കിട്ടുള്ളൂ. ഈ ബോളേബിൾ ആൾക്കാരെ പടം മിക്ക ആക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സ് ആണ്, അവർക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യാൻ വേണ്ടിയാണ് പൃഥ്വിരാജ് മോഹൻലാൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടം സിനിമ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ പ്രൊഡക്ഷന് ഒരു സാമ്പത്തികമായിട്ട് അത്ര ഇതല്ല. ഇപ്പൊ പുലിയൂണ് പോലും ടോമിച്ചന് കിട്ടിയ കാശൊന്നും അധികം കിട്ടിയിട്ടില്ല. അത് വളരെ ഇവര് ചെലവാക്കിയെങ്കിലും ഇതിന്റെ ഇടയിലുള്ള ആൾക്കാരാണ് കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രിയസം പറഞ്ഞത്, പ്രിയസം ഒരു പടം ഡയറക്ട് ചെയ്യാത്ത കാരണം, പ്രൊഡ്യൂസ് ചെയ്യാത്ത കാരണം അതാണ്. ഒരു എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പടം എത്രയോ നല്ല പടം ഫ്ലോപ്പ് ആയിരിക്കുന്നു, എത്രയോ മോശം പടം ഓടിയിരിക്കുന്നു. പേര് മാറ്റിയിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്, അതോ പടം ഇറങ്ങില്ലേ OTT-ക്കാണോ പോയത്, എന്താണ് അണ്ണന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? എനിക്കറിയില്ല, പടം റിലീസ് ആവുകയായിരിക്കും. ഇത് കോൺട്രവേഴ്സി പ്ലാൻഡ് ആണോ അറിയില്ല, പ്ലാൻഡ് ആണോ ഇല്ലയോ എന്ന് അറിയില്ല. കാരണം സെൻസർ ബോർഡല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. പേര് മാറ്റിയിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒരുപാട് സ്ഥലത്ത് ആ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡ് പറയുന്നത് വളരെ ഒട്ടും ലോജിക് ഇല്ലാത്ത, വളരെ ബാലിശമായിട്ടുള്ള കാര്യമാണ്. ഈ രഞ്ജിമണി കോടതി അങ്ങനെ പറഞ്ഞു, ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു. വളരെ മോശം, ഒരു ഒട്ടും ബുദ്ധിയില്ലാത്ത ഒരു തീരുമാനമായി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ പ്രശ്നങ്ങൾ വരണതിന് മുമ്പും അതിനുശേഷം സിനിമയ്ക്ക് ഇപ്പൊ ഒരു ഹൈപ്പും കാണാനുള്ള ഒരു പ്രതീക്ഷയും കൂടിയല്ലേ. അപ്പൊ ഒരു കണക്കിന് അതൊരു വിജയമല്ലേ. കോൺട്രവേഴ്സി സംഭവിച്ചാലും ആരുണ്ടാക്കിയതാണെങ്കിലും സിനിമയ്ക്ക് ലോങ് ടേം ഓർണമെങ്കിൽ പടം നന്നാവാൻ വേണം അല്ലെ. ഇതില് ആദ്യത്തെ ഒരു 3 ദിവസം അല്ല ഹൈപ്പ് എമ്പുരാൻ പ്യൂർലി മാർക്കറ്റിംഗ് ഹൈപ്പായ അത് എന്തിനു വേണ്ടിയാണ്? ഫസ്റ്റ് 3 ദിവസത്തേക്കും കളക്ഷൻ കിട്ടാൻ വേണ്ടി ആണ് അവർ ചെയ്യുന്നത്. രണ്ട് രീതിയിൽ പറയാം. അതായത് ഇങ്ങനെ ചെയ്യുന്ന പ്രൊഡ്യൂസറിന് മിനിമം കാശ്, അതായത് ഒരു മത്സരത്വം ആൾക്കാർക്ക് കിട്ടണം, ചെലവാക്കി കാശിൽ കിട്ടണം. പ്രേക്ഷകരായി നോക്കുമ്പോ അവര് പറ്റിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു സിനിമ പ്രേമിയാണ്, ഈ സിനിമ മോഹി എന്നുള്ള നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വിവാദം ഉണ്ടായാലും സിനിമ ഇറങ്ങണം അല്ലേ? എത്ര ഈ പറയുന്ന ഒരു വിവാദങ്ങളൊക്കെ മാറ്റി സിനിമ തിയേറ്ററിൽ തന്നെ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. JSK കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനി പ്രതീക്ഷയുള്ള പടം JSK ആണ്. JSK-ലാണ് പ്രതീക്ഷ.